ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ശ്രുതിയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോഴേക്കും രേവതി ഓടിച്ചെന്ന് കൈയങ്ങ് പിടിച്ചു വെക്കും. വർഷേ, ഇതാ ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത്. നീ എന്തെങ്കിലും ചോദിച്ചാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും വർഷേ. അന്ന് തന്നെ അവള് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടായതാണ്, നിനക്കും അതറിയാലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ ചോദിക്കും, പിന്നെ സത്യങ്ങളൊക്കെ അറിയണ്ടേ ചേച്ചി? അറിഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അതെന്നായാലും മറന്നേക്ക് പുറത്ത് വരിക തന്നെ ചെയ്യും വർഷേ. അതുവരെ നീ ഒന്ന് മനസ്സിൽ വെച്ചേക്ക്, പുറത്ത് പറയല്ലേ. ഞാൻ നിന്നെ വിശ്വസിച്ചാ ഇതൊക്കെ നിന്നോട് പറഞ്ഞത്. പ്ലീസ് വർഷേ, എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുവാണ് കേട്ടോ. അങ്ങനെ വർഷ നേരെ പോകുന്നത് ശ്രീകാന്തിൻ്റെ അടുത്തേക്കാണ്. ശ്രീകാന്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയും, ദേ വർഷേ, മറ്റുള്ള കാര്യങ്ങൾ പറയുന്ന പോലെയല്ല കേട്ടോ, വെറുതെ ഓരോന്ന് പറഞ്ഞ് കലഹം ഉണ്ടാക്കല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ പറയും, ഞാൻ വെറുതെ പറഞ്ഞതല്ല ശ്രീകാന്തേ, എങ്കിൽ പറ, നിന്നോട് ആരാ ഇത് പറഞ്ഞത്? അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വർഷയ്ക്ക് കുറച്ച് മടി ഉണ്ടാവും. അത് പിന്നെ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ചോദിക്കും, നീ പറ, അതെന്നോട് രേവതി ചേച്ചിയാ പറഞ്ഞേ. രേവതി ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും, ആകെ പ്രശ്നമായല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണേ. ആ സമയത്ത് നമ്മുടെ വർഷയാണെങ്കിൽ ബെഡിൽ ഇരുന്നിട്ട് ചോദിക്കും, അവര് കൺസീവ് ആയത് സുധിച്ചേട്ടനായിട്ടുള്ള കല്യാണത്തിന് മുൻപാണോ അത് ശേഷമാണോ? കല്യാണത്തിന് ശേഷമാണെങ്കിൽ നമ്മളെല്ലാവരും അത് അറിയേണ്ടതല്ലേ. അപ്പോൾ കല്യാണത്തിന് മുൻപായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവുന്നേ, അല്ലെങ്കിൽ അവർ വേറെ കല്യാണം കഴിച്ചാണോ? ആ കാര്യമൊക്കെ മറച്ചു വെച്ചിട്ടാ ശ്രുതി ചേച്ചി സുധിച്ചേട്ടനെ കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും, ശ്രുതി ചേച്ചിയെ അമ്മയാണ് കണ്ടെത്തി സുധിയേട്ടനെ ഏൽപ്പിച്ചത്. അപ്പോൾ നമ്മുടെ വർഷ പറയും, അതൊക്കെ അറിയണമെന്നില്ലല്ലോ ശ്രീകാന്തേ, നമ്മളെന്തിനാ ഇതില് ഇങ്ങനെ തല പുകയുന്നേ? നമുക്ക് ശ്രുതി ചേച്ചിയോട് നേരിട്ട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങ് പോകൂട്ടോ. ആ സമയത്ത് ശ്രീകാന്ത് പിടിച്ചു നിർത്തി, എടീ എടുത്തു ചാടി ഓരോന്ന് ചെയ്യല്ലേ, ഇതൊക്കെ അവരോട് ചോദിച്ചാൽ നല്ല കഥയാവും. അപ്പോൾ നമ്മുടെ വർഷ പറയും, ഓ ഇത് തന്നെ രേവതി ചേച്ചിയും പറഞ്ഞേ, ഞാനിത് ആരോടും പറയരുതെന്ന് രേവതി ചേച്ചി എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്നാ പിന്നെ നീ എന്തിനാ എന്നോട് ഇത് പറഞ്ഞേ? ഇതെന്റെ മനസ്സിൽ നിൽക്കണ്ടേ ശ്രീകാന്തേ, എന്റെ തലയിലെ ഒരു ബോംബ് വെച്ചതായിരുന്നു ഇത്രയും നേരം, ഇപ്പൊ ഞാൻ ഫ്രീ ആയി. ശ്രീകാന്തേ, നീ ഇത് ആരോടും പറയണ്ട കേട്ടോ എന്നും പറഞ്ഞ് വർഷ അങ്ങ് പോകുവാണ്. അങ്ങനെ വർഷ അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീകാന്ത് ഓർക്കുന്നത്, അയ്യോ ഇതിപ്പോ എന്റെ തലയിൽ ബോംബ് വെച്ച പോലെ ആയല്ലോ, എന്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് കട്ടിലിൽ കിടന്ന് ആലോചിക്കുന്നുണ്ട്, നീ ഇപ്പൊ എന്താ ചെയ്യാ? ഇതിപ്പോ ആരോടും പറയാനും പറ്റത്തില്ലല്ലോ, ടെൻഷൻ കാരണം എന്റെ തല ഇപ്പൊ പൊട്ടിപ്പോകുമേ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമരിൽ പോയി കുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ആരോടെങ്കിലും ഒന്ന് പറയണോ അതോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് നേരെ പോയിട്ട് നമ്മുടെ സച്ചിയോട് കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പറയേ. ഒരാളോട് പറയാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് നേരെ സച്ചിയുടെ അടുത്ത് പോവും. സച്ചിയോട് പറയായിരിക്കും കേട്ടോ. ആ സമയത്ത് സച്ചിയാണെങ്കിൽ തൂണും ചാരി നിൽക്കുകയായിരിക്കും. ഇത് കേട്ട ഉടനെ സച്ചി അങ്ങ് ഇരുന്ന് പോവാണേ അവിടെ. എടാ ശ്രീകാന്തേ, ഇതൊക്കെ സത്യമാണോ? സത്യമാണ് ഏട്ടാ. അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കും, എടാ ആദ്യം ഒരു കുഞ്ഞുണ്ടായ രണ്ടാമതൊരു ആവോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെയും ചികിത്സയ്ക്ക് പോകേണ്ട കാര്യം എന്താ? എനിക്ക് ഈ സയൻസ് അറിയാത്തതുകൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും, രണ്ടാമതൊരു കുഞ്ഞുണ്ടാവും വൈകുമ്പോൾ ആരായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യല്ലോ, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം പിടിക്കട്ടോ. എടാ ശ്രീകാന്തേ, അപ്പോൾ പാർലറെടുത്തി ഒരു കുഞ്ഞിന്റെ അമ്മയാണല്ലേ, ഇത് എത്ര തവണ പറയണം ചേട്ടാ? ഏട്ടന്റെ കിളി പോയോ എന്ന് ചോദിക്കട്ടോ നമ്മുടെ ശ്രീകാന്ത്. എന്നിട്ട് സച്ചി ചോദിക്കും, നിന്നോടാരാ പറഞ്ഞേ? എന്നോട് വർഷയാ പറഞ്ഞേ. പെണ്ണുങ്ങളുടെ മാറ്റർ പെണ്ണുങ്ങൾ തന്നെ സംസാരിക്കും, അത് ശരിയായിരിക്കും. പാർലറെടുത്തി ഫ്രോഡാണെന്നൊക്കെ എനിക്ക് ഇതിനു മുൻപേ സൂചന കിട്ടിയിരുന്നു, പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് പറയും, അതെ സജ്ജേട്ടാ, എന്നോട് ഇത് ആരോടും പറയരുതെന്ന് വർഷ പറഞ്ഞായിരുന്നു, എനിക്ക് ടെൻഷൻ കാരണം പിടിച്ച് വെക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഏട്ടനോട് പറഞ്ഞേ. ഏട്ടൻ ഇത് ആരോടും പറയണ്ട കേട്ടോ, ഇനി ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ അവരോട് ആരോടും പറയണ്ട എന്ന് പറയണേ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് പോകട്ടോ. എന്നിട്ട് പോകും വഴി ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടാ ഇത് ചിന്തിച്ചിങ്ങനെ ഇരിക്കണ്ട കേട്ടോ, ഇപ്പൊ തന്നെ ഏട്ടനെ കണ്ടിട്ട് എന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കും, കണ്ടിട്ട് ഒന്നും താങ്ങാൻ പറ്റുന്ന ആളെ പോലെ തോന്നുന്നില്ല, അതുകൊണ്ട് ഒന്ന് ഒതുക്കി വെക്കിട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോകും കേട്ടോ. നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഇതൊന്നും ഒതുക്കി വെക്കുന്നത് എങ്ങനെയാന്ന് പോലും അറിയാതെ നേരെ കൊണ്ടുപോയി നമ്മുടെ രവിയോടങ്ങ് പറയും. അങ്ങനെ നമ്മുടെ രവി വീണ്ടും ചോദിക്കും, ഈ കേട്ടതൊക്കെ സത്യമാണോ? അതെ അച്ഛാ, ഇതൊക്കെ ആരെങ്കിലും വെറുതെ ഒക്കെ പറയോ? ഇതൊന്നും അത്ര കളിക്കേണ്ട കാര്യമല്ല സച്ചി എന്ന് പറയുമ്പോൾ, എനിക്കറിയാം അച്ഛാ, സുധിയുടെ ജീവിതകാര്യം എന്ന് പറയുമ്പോൾ രവി അവിടെ ഇരുന്നിട്ട് പറയും,
അപ്പോൾ അവള് രണ്ടാമതൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയതല്ലേ. അതെ അച്ഛാ, അങ്ങനെ തന്നെ അവര് പറഞ്ഞേ. അപ്പോൾ അവിടുന്ന് എഴുന്നേറ്റിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നല്ലോണം ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. സംഭവം സച്ചി കുടിച്ചിട്ടാണോ ഇത് പറയുന്നതെന്ന്. എടാ നീ ഒന്ന് ഊതിക്കേ എന്ന് പറയുമ്പോൾ, അച്ഛൻ ഞാൻ കുടിച്ചിട്ടൊന്നുമല്ല ഇത് പറയുന്നത്. കുടിച്ചിട്ടാണെങ്കിൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലായിരുന്നോ പറയേണ്ടിയിരുന്നത്. അച്ഛനെ ഒറ്റയ്ക്ക് നിർത്തി പറയായിരുന്നോ എന്നങ്ങ് ചോദിക്കാട്ടോ. അപ്പൊ അത് ശരിയാണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ രവി അങ്ങ് നടന്നു പോവാണ്. കൂടെ നമ്മുടെ സച്ചിയും പോയിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇതേ അമ്മയ്ക്കും അറിയാന്നാ തോന്നുന്നേ. പാർലറെടുത്തി അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളാണല്ലോ. അപ്പളേ അച്ഛൻ അവരോട് ഇതൊന്നും ചോദിക്കണം. ഞാനെങ്ങനെയാടാ ഇതിനെ പറ്റി അവളോട് ചോദിക്കുന്നേ? അതും ശരിയാണ്, പക്ഷെ ഇത് വിട്ട് കളയാൻ പറ്റുന്ന വിഷയമല്ലല്ലോ അച്ഛാ. അതുകൊണ്ട് അച്ഛൻ വേണ്ടതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകുക. അങ്ങനെ രവി പോയിട്ട് ചന്ദ്രയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചന്ദ്രയും അവിടെ ഇരുന്ന് പോവാൻ കേട്ടോ. എന്താ രവിയേട്ടൻ പറഞ്ഞേ? അവൾക്ക് ഇതിന് മുന്നേ ഒരു കുഞ്ഞുണ്ടെന്നോ? എനിക്കിതൊക്കെ കേട്ടിട്ട് തല പെരുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രവി ചോദിക്കും, ഞാൻ നിന്നോടൊരു സത്യം ചോദിക്കട്ടെ, നിനക്കിതൊക്കെ അറിയായിരുന്നോ മുന്നേ? ഇല്ല രവിയേട്ടാ, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ രവി പറയും, അല്ല ഇതിനു മുൻപേ രേവതിയുടെ സ്വർണം വിറ്റതിലും എന്റെ ക്യാഷ് അടിച്ചു മാറ്റിയതിലും ഒക്കെ നിനക്കും പങ്കുണ്ടായിരുന്നു. അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇക്കാര്യത്തിലും നിന്നെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയും, സത്യമായിട്ടും ഇക്കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു രവിയേട്ടാ. അറിഞ്ഞെങ്കിൽ ഞാനിങ്ങനെ മൂടി വെക്കായിരുന്നു. ശ്രുതി എന്നോട് ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രവി പറയും, ശ്രുതിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലോ എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ചന്ദ്ര. എനിക്കിത് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് രവിയേട്ടാ. നിങ്ങളോട് ആരാ ഇത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, എന്നോട് ആരെങ്കിലും ആയിക്കോട്ടെ, നീ എന്തിനാ അത് അറിയുന്നേ? എന്തായാലും ഇത് വിശ്വസിക്കാം, എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ആൾ തന്നെയാ എന്നോട് പറഞ്ഞേ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ശ്രുതിയോട് തന്നെ അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ രവി പിടിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. നീ ഇതൊന്നും ഇപ്പോൾ പോയി ചോദിക്കേണ്ട ചന്ദ്രേ, ഇത് അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല രവിയേട്ടാ, എനിക്കിതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയണം എന്ന് പറഞ്ഞാൽ അങ്ങ് പോകുവാണ്. എന്നിട്ട് നേരെ വീട്ടിനുള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ ചന്ദ്ര. പിന്നാലെ നമ്മുടെ രവിയും ഉണ്ട്. ഇതാ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാത്തത്, ഇപ്പൊ ചോദിക്കേണ്ട ചന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രയെ. എന്നെ വീട് രവിയേട്ടാ, ഇപ്പോഴല്ലാതെ 10 വർഷം കഴിഞ്ഞിട്ടാണോ ഇതൊക്കെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രുതി എന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആയിരിക്കും കേട്ടോ ഇറങ്ങി വരുന്നത്. എന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ചു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ പേര് ശ്രുതിയാണോ എന്ന് ചോദിക്കും. അവളെവിടെടാ എന്ന് ചോദിക്കുമ്പോൾ അവള് റൂമിലുണ്ട്, അക്കൗണ്ട്സ് നോക്കാന്ന് പറയും. പിന്നെയും ശ്രുതി ശ്രുതി എന്ന് വിളിക്കുമ്പോൾ ശ്രുതി അങ്ങ് ഇറങ്ങി വരികയാണ്. അത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കും, എടി കേട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള ഒരു പെണ്ണാണോ നീ? ശരിക്കും നീ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് എല്ലാവരും എത്തുന്നുണ്ട്. ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയും, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? ഉറക്കത്തുനിന്ന് എണീറ്റ് വന്നതാണോ? ഇതാണമ്മേ ശ്രുതി, എന്റെ ഭാര്യ എന്ന് പറയുന്നു. അപ്പോൾ ശ്രുതിയെ പിടിച്ച് ഉന്തി തള്ളിയിട്ടുണ്ട്. എന്നിട്ട് അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്രേ ഒന്ന് നിർത്ത് എന്ന് പറയുമ്പോൾ, നിർത്തില്ല, ഇതൊക്കെ അങ്ങനെ വിടാൻ പറ്റിയ വിഷയമാണോ? എടി നീ ഇങ്ങനെ ഒരു പെണ്ണാണെന്ന് അറിഞ്ഞില്ല പറയുമ്പോൾ, എന്താ ആന്റി പ്രശ്നം എന്ന് ചോദിക്കാട്ടോ നമ്മുടെ ശ്രുതി. എന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, എടി നീ ഞാൻ ചോദിച്ചതിന് സത്യങ്ങൾ മാത്രം പറയണം. നിന്റെ 2ാം വിവാഹമാണോ ഇത്? നിനക്ക് ആദ്യത്തേല് ഒരു കുഞ്ഞുണ്ടോന്ന് ചോദിക്കാണ്. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി ആകെ പെട്ടു പോവാണ് കേട്ടോ, ഒന്നും പറയാൻ പറ്റുന്നില്ല. അല്ല ആന്റി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമോളാണ്, അപ്പൊ എന്നോട് നീ തെറ്റൊന്നും പറയാൻ വേണ്ടിയിട്ട് നോക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി നേരെ വർഷയാണ് കേട്ടോ നോക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. നീ ആദ്യം പ്രഗ്നന്റ് ആയിരുന്നു അല്ലേ? ഇത് 2ാമത്തെ ആളേ, നീ എന്നോട് സത്യം പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കും, ആന്റി എന്താ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നോ ഇല്ലയോ? ആ ആന്റി പോയിരുന്നു. എന്തിനാ പോയതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കുഞ്ഞുണ്ടാവാൻ വൈകുന്നത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ, 2ാമതൊരു കുഞ്ഞുണ്ടാവാൻ വൈകുന്നത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. ആദ്യം ഒന്ന് പ്രസവിച്ചിട്ടുണ്ടെന്ന് നീ ഡോക്ടറോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ശ്രുതിക്ക് ഒന്നും തന്നെ പറയാനില്ലേ. എന്നിട്ട് ശ്രുതിയെ പിടിച്ച് അങ്ങ് കുലുക്കുക കേട്ടോ. നീ ഇതിന് മുൻപേ പ്രഗ്നന്റ് ആയിട്ടില്ലടി, സത്യം പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രവി വന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രേ ഇതൊക്കെ നീ റൂമിൽ കൊണ്ടുപോയി സ്വകാര്യമായിട്ട് ചോദിക്കേണ്ടതല്ല എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, ഇല്ല ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ചോദിക്കും, എല്ലാവരും അറിയട്ടെ എന്ന് പറയണേ. പിന്നെ നമ്മുടെ ശ്രുതി അങ്ങ് കരയാണ് കേട്ടോ. അപ്പൊ അത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ നടന്നതെന്ന് പറ, നീ ഞങ്ങളെ ചതിക്കായിരുന്നോ? ഇതുവരെ നീ നടത്തിയത് ഒരു നാടകമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലാവും. എന്നിട്ട് അവിടെ പോയിരിക്കും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതി വന്നിട്ട് ചോദിക്കും,
എന്തൊക്കെയാ ഇവിടെ നടക്കുന്ന ശ്രുതി? നീ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോയത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ അങ്ങനെ കരയുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര പറയും, ഇതുവരെ ഞാൻ ചോദിച്ചതിനുള്ള ചോദ്യത്തിന് നീ ഉത്തരം തന്നിട്ടില്ല. ശരി ആൻറ്റി, ഞാൻ 2ാം തവണ കൺസീവ് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയതെന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കട്ടോ, ഈ ഫസ്റ്റ് തവണ ഉണ്ടായത് ശ്രുതിയെ കല്യാണം കഴിച്ചതിന് മുൻപാണോ ശേഷമാണോ എന്ന്. അപ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, അതെന്ത് ചോദ്യം ആൻറ്റി? ശ്രുതിച്ചേട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടായ പ്രഗ്നന്റ് ആണെങ്കിൽ നമ്മളെല്ലാവരും അറിയത്തില്ലേ എന്ന്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ശരിയായിരുന്നു അല്ലേ? ഇത് 2ാം ഘട്ടമാണല്ലേ? നിനക്ക് അതിലൊരു കുഞ്ഞുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.